ഇന്ത്യ സ്ട്രിക്റ്റായിട്ട് വാണിംഗ് കൊടുത്തു. ഇത് കുഴപ്പമാണെന്ന് വെച്ചാൽ നമ്മുടെ നേവി അങ്ങോട്ട് ചെല്ലും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നേവി അവിടെ നിർത്തിയിരിക്കുന്നത് ഇറാൻ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അമേരിക്ക കുഴപ്പമുണ്ടാക്കാതിരിക്കാനും കൂടിയാണ്. അമേരിക്ക അവിടെ ഉപരോധത്തിലുണ്ടല്ലോ, വരുന്ന ഷിപ്പിനെ വെടിവെക്കും, തിരിച്ചു വിടുന്നൊക്കെ പറഞ്ഞുള്ളത്. അത് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇതിനുള്ള സമയമില്ല ഇന്ത്യക്ക്. നമുക്കിവിടെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അത് ഇറാൻ പറഞ്ഞാലും ഇന്ത്യക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, US പറഞ്ഞാലും കേൾക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സമയമില്ല, അത്രേ ഉള്ളൂ. നമുക്കിവിടെ വന്ന് വേറെ പണിയുണ്ട്. ഇവരവിടെ യുദ്ധം ചെയ്യുമോ എന്നാന്ന് വെച്ചാൽ അത് അവരുടെയൊക്കെ ഇഷ്ടങ്ങളാണ്. പക്ഷേ നമ്മുടെ ഊർജ്ജാവശ്യങ്ങൾ ഇത് ബാധിക്കാൻ പാടില്ല, നമ്മുടെ അടുക്കളകളിൽ ഇത് ബാധിക്കാൻ പാടില്ല. നമ്മുടെ സർക്കാർ നോക്കുന്നത് ഇതൊന്നും ഇന്ത്യയെ ബാധിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സ്ട്രിക്റ്റ് വാണിംഗ് ഇറാന് കൊടുത്തത്. അപ്പോൾ നാളെ ഒരു ഘട്ടത്തിൽ ഇനി സൈനിക നടപടി വേണ്ടി വന്നാൽ അത് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു സൈനിക നടപടി ഇറാനെതിരെ വേണ്ടി വരും തോന്നുന്നില്ല. കാരണം ഇന്ത്യയല്ലേ അവർക്ക് മരുന്നും ഇന്ത്യ അവരെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന. ഇന്ത്യ എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ലോകത്ത് 5 രാജ്യങ്ങൾ, അത് തന്നെ പ്രധാനമായിട്ടും 3 രാജ്യങ്ങളാണ് ഇറാനെ നിലനിർത്തുന്നത് തന്നെ. അത് ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ, ഇത്രയും രാജ്യങ്ങളാണ്. അതിൽ ഇന്ത്യയും റഷ്യയും ചൈനയാണ് ഏറ്റവും പ്രധാനം. ഈ 3 രാജ്യങ്ങളും നല്ല ലോജിസ്റ്റിക് സപ്പോർട്ട് ഇറാന് കൊടുക്കുന്നുണ്ട്. സൈനികപരമായിട്ടുള്ള സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്, ഇന്ത്യയിൽ നിന്ന് പോലും കിട്ടുന്നുണ്ട്. പിന്നെ മരുന്നുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം, ഇതെല്ലാം നമുക്ക് ഒരർത്ഥത്തിൽ ധാരാളം ഇറാൻ്റെ സമ്പത്ത് ഫ്രീസ് ചെയ്ത് കിടക്കുക എന്ന് വേണേൽ പറയാം, നമ്മുടെ ഉൾപ്പെടെ എടുത്ത്. കാരണം ധാരാളം എണ്ണ വാങ്ങിയിട്ടുണ്ട്, പകരം വസ്തുക്കൾ മാത്രമേ കൊടുക്കുള്ളൂ. ഡോളറിൽ പേ ചെയ്ത് പോകേണ്ടതായിരുന്നു, അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റു കറൻസി പോകേണ്ടതായിരുന്നു. ഒരു കറൻസി വെച്ചിട്ടും ഇറാനുമായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നില്ല. പിന്നെ ആകെ പറ്റുന്നത് ചൈനീസ് യുവാനിലാണ്. അപ്പോൾ ഈയിടെ എണ്ണ വാങ്ങി യുവാനിൽ പേ ചെയ്യുന്നൊരു സമ്പ്രദായം വന്നു കഴിഞ്ഞു. കാരണം വേറൊന്നിൻ്റെയും ഇത് പറ്റില്ല. അങ്ങനെയാണേ നമ്മുടെ കറൻസി രൂപ കൊടുത്ത് പോലും അവരുമായിട്ട് പറ്റാത്ത വിധത്തിൽ ഉപരോധങ്ങളുണ്ട്. അങ്ങനെയാണ്.